ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവിൽ കുറച്ചു നേരം മുമ്പ് അനീഷ് ആദിലയുടെ നൂറയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരു കാര്യം അനീഷ് അത്രയും പ്രോംപ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അത് അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷമായിട്ട് അനീഷിന്റെ അച്ഛൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അനീഷ് ഈ രീതിയിൽ മരുന്ന് കൊണ്ടുപോയി എല്ലാവർക്കും എടുത്തു കൊടുത്ത് ആ ഒരു പഴക്കം നടത്തിക്കൊണ്ട് വന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യത്തില് ആദിലയും നൂറയും പുള്ളി ഇങ്ങനെ കളിയാക്കി വിടുന്നുണ്ട്. ആദില പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ പിണങ്ങിയിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇക്കയും പെങ്ങന്മാരും ഒന്നും ഇല്ല എനിക്ക്, അപ്പോൾ ഞാൻ ഇങ്ങനെ മരുന്നെടുത്ത് കൊടുത്തോട്ടെ ഈ ഒരാഴ്ച, അതാവുമ്പോ എനിക്കും അങ്ങനെ ഒരു ഫീല് വരുമല്ലോ, പറയാനാണെങ്കിൽ എല്ലാവർക്കും പറയാമല്ലോ എന്ന് ബിന്നി പറയുന്നുണ്ട് ഈ രീതിയിൽ. പിന്നെ ആര്യനും അപ്പുറത്ത് നിന്ന് കമന്റ് അടിക്കുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും പറയരുത് അനീഷ എന്നുള്ള രീതിയിലൊക്കെ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. പുള്ളിയുടെ അച്ഛൻ അങ്ങനെ മരുന്നെടുത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ശീലം കൊണ്ടായിരിക്കാം മരുന്ന് എല്ലാവർക്കും കൊണ്ട് എടുത്തു കൊടുക്കുന്നത്. അതിലെന്താണ് ഇത്ര തെറ്റെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പിന്നെ ആദില പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച വളരെ സൗമ്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരാഴ്ച ഞാനൊന്ന് സ്റ്റോർ റൂം അറ്റൻഡ് ചെയ്തോട്ടെ. അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷ് അപ്പോഴും പറയുന്നില്ല നിങ്ങൾ ആരും സ്റ്റോർ റൂമിൽ പ്രവേശിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിനടുത്തുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് അനീഷ് ചോദിക്കുന്നത്, എന്താണ് പ്രശ്നം എന്നാണ് അനീഷ് ചോദിക്കുന്നത്. അതിനിപ്പോഴും ഇവർക്ക് ഉത്തരവില്ല. അനീഷ് പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഇപ്പോഴും ഉത്തരവില്ല. അവര് പറയുന്നത് ക്യാപ്റ്റൻ മാത്രമേ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞ മറ്റേ ചാപ്പയടിക്കുന്ന പരിപാടിയാണ് അവർ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടക്കം മുതൽ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. അനീഷിന്റെ ഇത് പറയുന്നുണ്ട്, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോർ റൂമിൽ പോയി സാധനം എടുക്കുക എന്നുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇപ്പോഴും ചെയ്തു വരുന്നതിൽ എന്താണ് പ്രശ്നം, അതാണ് അനീഷ് ചോദിക്കുന്നത്. അത് പലർക്കും മനസ്സിലാകുന്നില്ല. ഇതിനകത്തെ ഒരു ബേസിക് ലോജിക്ക് പോലും മനസ്സിലാകാതെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. ഇത് അനീഷ് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാതെ മറ്റേ പിടിവാശി പിടിച്ച് ഞാൻ മാത്രമേ പോകൂ, എന്റെ മാത്രം അവകാശമാണെന്നൊന്നും അനീഷ് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനടുത്തുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് എന്താണ് പ്രശ്നം. ഇന്നും കൂടി ആ ഒരു മോർണിംഗ് ടാസ്ക് എടുത്തത് നെവിനാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലെ ഓവർടേക്ക് ചെയ്ത് പോയി ഓടുന്ന കാഴ്ചയൊക്കെ ഞാൻ ലൈവില് കണ്ടിരുന്നു. ഈ നിസ്സാര സ്റ്റോർ റൂമിന്റെ കേസിലൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ ഇത് പുറത്ത് ഏത് രീതിയിലാണ് പോകുന്നത്, ആർക്ക് അനുകൂലമായിട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു ബേസിക് ബോധം പോലും ഇവർക്കൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇതിന്റെ പേരൊക്കെ പറഞ്ഞ് അനീഷിനെ നോമിനേറ്റും ചെയ്യുന്നു. 3 പേര് നോമിനേറ്റും ചെയ്തിട്ടുണ്ട് അനീഷിനെ. അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും സീസൺസ് കഴിഞ്ഞിട്ട് ഇവർക്കൊന്നും ഒരു ബേസിക് ബോധം വിവരം എന്നുള്ളൊരു സാധനം ഇല്ലല്ലോ, അതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്, അല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല ഇവരോടൊന്നും. 7 സീസൺസ് കഴിഞ്ഞു, എന്നിട്ടും മറ്റേ സീസൺ 2 സെയിം കളിയും കളിച്ച് ഒരാളെ അങ്ങ് താറടിക്കാന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റി ആയിട്ട് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിന്? ആർക്കും ഗുണമുള്ള കേസല്ല. അനീഷിന് മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവത്തുള്ളൂ. അത് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്.